തേർഡ് മിഷൻ സേവ് ദ ഹോസ്റ്റേജസിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഒരു ഹോസ്റ്റേജസിനെ അവൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഷൂട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. നമ്മൾക്ക് ചെറിയൊരു കൈപ്പഴ പറ്റിയിട്ടുണ്ടെങ്കിൽ ഹോസ്റ്റേജസിന് ഷൂട്ടാകും. അപ്പോൾ വളരെ നമ്മളെടുക്കാൻ വന്ന ഹെഡ് ഷൂട്ടാണ് കേട്ടോ. നമ്മൾ ചെറിയൊരു മൂവ്മെൻറ്റ് മതിയാവും അവൻ ഹോസ്റ്റേജസിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഹെഡ് ഷൂട്ട് എടുക്കാനാണ് പോകുന്നത്. കറക്റ്റ് ചെറിയൊരു പിഴവുണ്ടെങ്കിൽ ഹോസ്റ്റേജസും ഡാമേജ് ഇഞ്ചുറി ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വൗ, ഹെഡ് ഷൂട്ടാണ്. ഡെക്ക് മിഷൻ. ഒരു സൂട്ട് കേസ് ഹിം as soon as he received the incriminating suitcase. Start mission. എവിടാണ്? യെസ് അവൻ സൂട്ട് കേസും കൊണ്ട് നടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരെയാണ് ഷൂട്ട് ചെയ്യേണ്ടത്. വീക്ക്ലി മന്ത്ലി കണ്ടിന്യൂ. യു കിൽ ആൻ ഇന്നസെന്റ്. വാവ്, നമ്മൾ ഒരു നിരപരാധിനെ വെടിവെച്ച് കൊന്നിരിക്കുകയാണ്. ദൈവമേ, അവൻ സൂട്ട് കേസ് റിസീവ് ചെയ്യുന്ന ആളെയാണ് നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ ഒരു നിരപരാധിയായ ഒരു മനുഷ്യനെ കൊന്നു കളഞ്ഞു. അപ്പം അതിൻ്റെ കേട് നമുക്കുണ്ട്. ഹീസ് കം. എവിടെ നോക്കട്ടെ, വെയിറ്റ് ചെയ്യും. ഇവനാണ് നമ്മുടെ എതിരാളി. റൗണ്ട് മിസ്സായി, അവനിപ്പോൾ ഓടും. ഹിറ്റ്. ഗോഡ്, ഒരു റൗണ്ട് മിസ്സായി അവൻ ഓടുന്ന കണ്ടോ? എങ്ങനെ എന്ത് ഓട്ടം ഓടിയാൽ എവിടം വരെ ഓടും അല്ലേ? നമ്മളെടുത്ത് അവൻ്റെ കളി. അടുത്ത മിഷനിലേക്ക് പോവുകയാണ് നമ്മൾ. റിസോഴ്സ് ഓൺ ഫയർ, റെസ്ക്യൂ ആൻഡ് ഫയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കട്ടെ. എലിമിനേറ്റ് ദ ഗാങ്സ്റ്റേഴ്സ് ആർ ട്രൈങ് ടു ബ്രേക്ക് വൺ ഓഫ് ദെയർ ഗൈസ് ഔട്ട് ബിഫോർ he gets transferred to maximum security personnel. Brave cops need your help. Start mission. ഇവന്മാരൊക്കെ പോലീസിന് നേരെ ഫയർ അടുത്തയാളവിടെ നെക്സ്റ്റ് ഇവന്മാരൊക്കെ പോലീസിന് ഫയർ ചെയ്യാണ്. അപ്പം നമുക്ക് ടാർഗറ്റ് 4 ഹെഡ് ഷൂട്ട്, 4 ഹെഡ് ഷൂട്ടാണ് അവർ പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഒരാളുകൂടി ഉണ്ട് ഇവിടെ. കൂടെയുള്ളവന്മാർ പോയതൊന്നും അവൻ അറിഞ്ഞിട്ടില്ല. ഓക്കെ. നെക്കിലായിപ്പോയി. കൺഗ്രാജുലേഷൻസ് പറയുന്നുണ്ട്. ഓക്കെ, റിവാർഡ് നമ്മൾ കളക്ട് ചെയ്തു. വാവ്,
പിഗ്ഗി ബാങ്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക്. അടുത്ത മിഷൻ, സ്റ്റാർട്ട് മിഷൻ. പ്രിസൺ എസ്കേപ്പ്, ഒരു പ്രിസൺ എസ്കേപ്പായി പോകുന്നുണ്ട്. അപ്പോൾ അവനെ നമുക്ക് പിടിക്കണം. ഒരു അസാൾട്ട് റൈഫിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പ്രിസൺ എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവൻ ഓടിപ്പോവുമായിരിക്കും. അപ്പോൾ അവരെ നമുക്ക് ടൈം ലെഫ്റ്റ് 2 മിനിറ്റിൽ നമുക്ക് അവരെ ഷൂട്ട് ചെയ്യണം. 2 മിനിറ്റിൽ. ഓക്കെ, റൗണ്ടൊക്കെ ഒരുപാടുണ്ട് നമ്മുടെ കയ്യിൽ. വൗ, ഈസ് എസ്കേപ്പ്. സിറ്റി സെക്യൂർഡ് ആയിരിക്കുകയാണ്. അസാൾട്ട് റൈഫിൾ കിട്ടിയിരിക്കുകയാണ്. ഓക്കെ 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 ഓക്കെ. ഇപ്പോൾ എടുക്കാനുള്ള പൈസ ഇല്ല നമ്മുടെ കയ്യിൽ. ലീവ് ചെയ്യാം. നമുക്ക് അടുത്ത നെക്സ്റ്റ് മിഷനിലേക്ക് പോവാം. സ്റ്റാർട്ട് മിഷൻ. ട്രാപ്പിഡ് ഇൻ എ കോർണർ, കിൽ ദ അസിസ്റ്റിംഗ്. സ്റ്റാർട്ട് മിഷൻ. ഒരു കില്ലറുണ്ട് ഇവിടെ. ഈ കില്ലറിനെ നമ്മൾക്ക് കൊല്ലണം എന്നാണ് പറയുന്നത്. ഏതാണ് കില്ലർ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അത് തന്നെ ആവാനാണ് സാധ്യത. അപ്പോൾ നമ്മൾ കില്ലറിനെ കറക്റ്റ് നോക്കിയിട്ട് വേണം ഷൂട്ട് ചെയ്യാൻ. വൗ, കണ്ടോ, അവൻ്റെ കയ്യിൽ വെപ്പൺസ് ഉണ്ടായിരുന്നു. 200 ഇത് കിട്ടി നമുക്ക് കേട്ടോ. നമുക്ക് അടുത്ത ലെവലിൽ വെപ്പൺ എടുക്കാം. നെക്സ്റ്റ് അപ്ഗ്രേഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്ഗ്രേഡ് ചെയ്യാനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. സൈറ്റ് ഓക്കെയാണ്. നമ്മുടെ ഡാമേജ് 49% ഉണ്ട്. സ്നൈപ്പർ, ഹണ്ടിങ് റൈഫിളിന് മസിൽ, മസിൽ ആവശ്യമില്ല, ബോഡി ആവശ്യമില്ല, ഗ്രിപ്പ് ഓക്കെ. ഇപ്പോൾ ഒന്നും കുഴപ്പമില്ല. ഇപ്പം നമുക്കത് കുഴപ്പമില്ല. ചെറിയ ചെറിയ ഡാമേജുകളൊക്കെ, ഡാമേജ് തീർക്കാതെ അവർ ഓക്കെ. ഓക്കെ, നമ്മൾ ഒരുവിധം വെപ്പൺ ചെയ്തിട്ടുണ്ട്. ഡാമേജുകളൊക്കെ ഒരുവിധം തീർത്തു. ദ ഫൈനൽ കൗണ്ട് ഡൗൺ. ഓക്കെ, എന്താണെന്ന് നോക്കാം. ഹി സെൽ ഫോൺ ആക്ടിവിറ്റീസ്, ദ എക്സ്പ്ലോഷൻ, ദ ബോംബർ ഹാസ് ബീൻ പ്ലാനഡ് ഇൻ എ ബാങ്ക് ആൻഡ് വിൽ ബി റിമോട്ട്ലി ഡൊണേറ്റ് into a few seconds kill bomber of. ഒരു ബോംബർ സെൽഫോൺ yes, he is the bomber. Wow, he running start. അവൻ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. നമ്മുടെ റൈഫിൾ ലോഡ് ആവാൻ ചെറിയ ടൈം എടുക്കും. അവൻ എസ്കേപ്പ് ആവാൻ. ഈസ് എസ്കേപ്പ്. മിഷൻ ഫെയിലായി. അവനവിടെ ബ്ലാസ്റ്റ് ചെയ്തിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ മിഷൻ ഫെയിലായിരിക്കുകയാണ്. നമുക്ക് ഒന്നുകൂടെ റീട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ മിഷൻ ഫെയിലായി. ഫസ്റ്റ് മിഷൻ നമ്മുടെ ഫെയിലായി. ഇത് നമ്മൾ വിടാൻ പോകുന്നില്ല. ഓക്കെ, നമ്മൾ കറക്റ്റായിട്ട് ഷൂട്ട് എടുക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഹെഡ് ഷൂട്ട് തന്നെ എടുക്കുന്നതായിരിക്കും അവനെ. ഓക്കെ, കണ്ടോണം. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അവൻ ഓടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ആ ഹെഡ് ഷൂട്ട് എടുത്തിരിക്കുകയാണ്. നമ്മളടുത്ത് വാശി പിടിച്ചാൽ നമ്മൾ വിടില്ല. വാവ്, ദാറ്റ്സ് ഓൾ. 300 കിട്ടിയിരിക്കുകയാണ്. 300 ഡയമണ്ട് കിട്ടിയിരിക്കുകയാണ് നമുക്ക് കേട്ടോ ഈ മിഷനിൽ. ഓക്കെ ഗായ്സ്, നെക്സ്റ്റ് മിഷൻ. ആള് ഒരു ബ്രീഫ് കേസുമായിട്ട്
എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. റെഡ് ബ്രീഫ് കേസ് എന്നാണ് പറയുന്നത്. ഇതാണ് റെഡ് ബ്രീഫ് കേസ്. ഇങ്ങനെ ഹെഡ് ഷൂട്ട് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചെറിയൊരു പിഴവുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് ചെറിയൊരു പിഴവുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു നിരപരാധി മരിക്കും. അതുകൊണ്ട് അത് പാടില്ല. അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് എയിം എടുക്കുക, കറക്റ്റായിട്ട് ചാൻസ് കിട്ടുന്ന ആ സമയത്ത് നമ്മൾ ഫയർ ചെയ്യുക. ഓക്കെ, മനസ്സിലായില്ലേ ഇപ്പം എങ്ങനെയാണ് ഫയർ ചെയ്യേണ്ടതെന്ന്?